നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കീം ഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകി കേരള സിലബസ് വിദ്യാർത്ഥികൾ. പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണം എന്നാണ് ആവശ്യം. സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികളെ സങ്കീർണമാക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഈ മാസം 1 പ്രസിദ്ധീകരിച്ച കീം റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലെത്തിയത്. പുനഃക്രമീകരിച്ച പരീക്ഷാഫലം റദ്ദാക്കണമെന്നാണ് പ്രധാന ആവശ്യം. മൗലികാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമെന്നും ഹർജിയിൽ ആരോപിച്ചു. നീതിപൂർണമായ മാർക്ക് ഏകീകരണ പ്രക്രിയ കൊണ്ടുവരണമെന്നും ഹർജിയിലുണ്ട്. സ്റ്റേറ്റ് ബോർഡിലെ സിലബസിൽ പഠിച്ച കുട്ടികളുടെ ആ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നം, അവർക്കെതിരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കാലങ്ങളായി അവർക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നീതികേടിൻ്റെ വശം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വാഴ്ച രാവിലെ ഇത് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഇത് മെൻഷൻ ചെയ്യും. അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മെൻഷൻ ചെയ്യും. സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികളെ സങ്കീർണമാക്കില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. വലിയ ഒരു അനീതി അതിൽ അന്തർലീനമായതായി കണ്ടപ്പോൾ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. ഇല്ല, സങ്കീർണമാവാനുള്ള സാധ്യതയില്ല. CBSE വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ന്യായമായ അവകാശമല്ലെന്നും കാലങ്ങളായി കേരള സിലബസ് വിദ്യാർത്ഥികൾ അവഗണന നേരിടുന്നുവെന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ആരോപിച്ചു. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇത് അപ്പീൽ പോകുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് പോകാനുള്ള റൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തായാലും ഫൈറ്റ് ചെയ്യും. ഒരു കുട്ടി അവൻ്റെ +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയതിന് ശേഷം നീ കേരള സിലബസ് പഠിച്ചതാണ്, അതുകൊണ്ട് എന്തല്ല നിനക്ക് 27 മാർക്ക് കുറച്ചേ നീ അർഹനാവുള്ളൂ എന്ന് പറയുന്നത് ഏത് രീതിയിൽ പറയുകയാണെങ്കിലും അനീതി തന്നെയാണ്. അപ്പം അതിനെതിരെ എവിടെ വരെ പോകാൻ പറ്റും അത്രയും നമ്മൾ പോകും. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ സർക്കാർ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. പുതിയ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസിലെ നിരവധി വിദ്യാർത്ഥികളാണ് പിന്തള്ളപ്പെട്ടത്. 24 ഡൽഹി. കീം വിഷയത്തിൽ സർക്കാർ വൈകിപ്പോയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോഴും ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ക്ഷമിക്കണം, തോമസ് ഐസക്കിന്റെ മറുപടി. കോടതി പറഞ്ഞു കഴിഞ്ഞു, അങ്ങനെ മാറ്റാൻ പറ്റത്തില്ല. ശരി, അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ മാറ്റാന്നല്ലേ മന്ത്രി പറഞ്ഞു. ചെയ്യാം, ആ കുറവ് നമുക്ക് അടുത്ത വർഷം നികത്താം. പക്ഷേ എന്നിട്ടും അത് സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരിക്കുകയാണ്. ഇപ്പോഴും ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ പറയാം. ഞാൻ എൻ്റെ രീതിയിൽ എപ്പോഴും. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പാദപൂജ വിവാദത്തിൽ രാഷ്ട്രീയ പോര് കനക്കുകയാണ്. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന പ്രസ്താവനയുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ രംഗത്തെത്തി. ചാതുർവർണ്ണ്യ വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാനുള്ള സംഘപരിവാർ ശ്രമമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. സമൂഹത്തെ ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കാൻ ഗവർണർ ശ്രമിക്കരുതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ആലപ്പുഴയിലും കാസർഗോഡും കണ്ണൂരും സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ നടത്തിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. പാദപൂജയെ പിന്തുണച്ച് ഗവർണർ രംഗത്തെത്തിയപ്പോൾ കടുത്ത എതിർപ്പുമായി CPIM-ഉം കോൺഗ്രസും പ്രതിരോധം തീർക്കുന്നു. പാദപൂജ സംസ്കാരത്തിന്റെ ഭാഗമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിന്റെ പ്രതികരണം. ഗുരുപൂജ ഈസ് അവർ കൾച്ചർ, ആൻഡ് ഇൻ ദാറ്റ് കൾച്ചർ ഇഫ് വി ട്രൈ ടു ഫർഗെറ്റ് അവർ കൾച്ചർ we will forget ourselves. We will be nowhere in this world. These people should understand this. അടിമത്ത മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സനാതന ധർമ്മം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായ പ്രയോഗമാണ് RSSകാരും സംഘപരിവാർ വിഭാഗവും പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ ഗവർണർ ആഹ്വാനം ചെയ്യുകയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇരുണ്ട യുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നാട് നവോത്ഥാനം നടന്ന നാടാണ്. ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയിലൂടെ തന്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ്. അധ്യാപകരെ ബഹുമാനിക്കാൻ RSS പഠിപ്പിച്ചു തരേണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. കുട്ടികളെ കൊണ്ട് കാൽ കഴുകിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ആലപ്പുഴയിൽ BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് വരെ കുഞ്ഞുങ്ങൾ കഴുകേണ്ടി വന്നു. ആധുനിക കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷിക്കുകയാണ്.
വിദ്യാർത്ഥികളെ പാദപൂജയ്ക്ക് നിർബന്ധിതരാക്കിയാൽ സമഗ്രാന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KSU മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 24. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ ASP ആയിരുന്ന ഇപ്പോഴത്തെ DGP റവാഡ ചന്ദ്രശേഖറിനെ രൂക്ഷമായി വിമർശിച്ച് അന്ന് MLA ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ രേഖ പുറത്ത്. റവാഡ ചന്ദ്രശേഖറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ടതായി ആ രേഖ വ്യക്തമാക്കുന്നു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 നടത്തിയ പ്രസംഗത്തിന്റെ രേഖയാണ് പുറത്തുവന്നത്. റവാഡ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനെ വിമർശിച്ച് P. ജയരാജൻ രംഗത്ത് വന്നിരുന്നു. റവാഡ ചന്ദ്രശേഖർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് എതിരെയായിരുന്നു അന്ന് CPIM ആരോപണം ഉന്നയിച്ചിരുന്നത് എന്നായിരുന്നു P. ജയരാജന്റെ ഓർമ്മപ്പെടുത്തൽ. തൊട്ടുപിന്നാലെ കൂത്തുപറമ്പ് വെടിവയ്പിൽ റവാഡ ചന്ദ്രശേഖറിന് പങ്കില്ലെന്ന കോടതി ഉത്തരവ് ഉയർത്തിക്കാട്ടി CPIM-ഉം മുഖ്യമന്ത്രിയും വിമർശനങ്ങളെ പ്രതിരോധിച്ചു. എന്നാൽ P. ജയരാജന്റെ വാദം ശരിവയ്ക്കുന്നതാണ് നിയമസഭാ രേഖ. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിൽ അന്ന് ASP ആയിരുന്ന റവാഡ ചന്ദ്രശേഖറിനെ കടന്നാക്രമിക്കുന്നു. തലശ്ശേരി ASP റവാഡ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പോലീസ് സമരക്കാരെ അടിച്ചും എറിഞ്ഞും ഒതുക്കിക്കൊണ്ടിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു പത്ര റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. വെടിവെപ്പിന് ഉത്തരവാദിയായ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നൊഴിവാക്കി കൊലക്കുറ്റത്തിന് കേസെടുക്കണം. കൂടാതെ കൊലയ്ക്ക് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ASP റവാഡ ചന്ദ്രശേഖർ, മന്ത്രിക്കൊപ്പം ഗൂഢാലോചന നടത്തി നേതൃത്വം കൊടുത്ത ഹക്കീം ബത്തേരി എന്നീ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പിണറായി വിജയൻ പ്രസംഗിച്ചു. സംഭവത്തിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് നൽകിയത് റവാഡ ചന്ദ്രശേഖർ ആണെന്നും പിണറായി വിജയൻ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കവുമായി BJP. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. സദാനന്ദൻ അടക്കം 4 പേരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത്. CPM ആക്രമണത്തിന് ഇരയായ സദാനന്ദൻ ധീരതയുടെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ്ല, മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകനായ ഉജ്ജ്വൽ നിഗം, ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെയാണ് C. സദാനന്ദനൊപ്പം നാമനിർദ്ദേശം ചെയ്തത്. RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്ന സദാനന്ദൻ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. C. സദാനന്ദന്റെ ജീവിതം അനീതിക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കുന്ന ധൈര്യത്തിന്റെ പ്രതിരൂപമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിനന്ദന സന്ദേശം. പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏത് കാര്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളവും അവർ മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്നതാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സേവനത്തിനുള്ള ഏത് മേഖലയായാലും ഏത് ഉപാധിയിലൂടെയാണെങ്കിലും അത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്ദേശമായിട്ട് കൂടി ഈ നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ്. ഇതോടെ കേരളത്തിൽ നിന്നും നിലവിൽ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP-മാരുടെ എണ്ണം 2ആയി. കായിക താരം PT ഉഷ 2022 നാമനിർദ്ദേശം വഴി രാജ്യസഭയിലെത്തിയത്. C. സദാനന്ദൻ രാജ്യസഭയിലേക്ക് എത്തുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് BJP കണക്കാക്കുന്നത്. 24 ഡൽഹി. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഏതെങ്കിലും മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളെയാണ് രാഷ്ട്രപതി സാധാരണ നോമിനേറ്റ് ചെയ്യുക. അങ്ങനെ അല്ലാത്ത ഒരാളെ നോമിനേറ്റ് ചെയ്യുന്നത് അധാർമികമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് ഒരു BJP പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു. സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇന്നുവരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ്. ഒന്നുമല്ലാതെ ഒരു BJP പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ്. അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഹമ്മദാബാദ് വിമാനാപകടം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. അപകടത്തിലും പ്രാഥമിക റിപ്പോർട്ടിന്മേലും വർഷകാല സമ്മേളനത്തിൽ ചർച്ച ആവശ്യപ്പെടും. വ്യോമയാന മന്ത്രി വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അപകടത്തിന് കാരണം പൈലറ്റുമാരുടെ പിഴവെന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ലെന്ന് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. AI-171 വിമാനത്തിന്റെ അപകടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ദുരൂഹതകളിലേക്കാണ് വഴിവെച്ചത്.
റിപ്പോർട്ടിൽ വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ആര് എങ്ങനെ ഓഫായി എന്നതിൽ വ്യക്തതയില്ല. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ അപകടം സംഭവിച്ചതിലും നിരവധി സംശയങ്ങൾ അവശേഷിക്കുന്നു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രതിപക്ഷം നേതൃത്വം നൽകുന്ന 2 പാർലമെന്റ് സമിതികൾ അപകടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിച്ചിരുന്നു. സ്വിച്ചുകൾക്ക് ഇരുവശവും സംരക്ഷണ ബ്രാക്കറ്റുകൾ ഉള്ളതിനാൽ അബദ്ധത്തിൽ കൈതട്ടി സ്വിച്ച് ഓഫ് ആകാനുള്ള സാധ്യതയില്ലെന്നും ഇലക്ട്രിക് പിഴവിനെ തുടർന്ന് സ്വിച്ചുകൾ കട്ട് ഓഫ് ആകാൻ സാധ്യത ഉണ്ടെന്നും വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ബ്ലാക്ക് ബോക്സുകൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയതിൻ്റെ കാരണം പുറത്തുവരൂ. ഹാങ്ങറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളുടെ ഭാഗങ്ങളും വിമാനത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളും വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഉയർത്തുന്ന ആശങ്കകൾ വനമന്ത്രിക്കെതിരെ അല്ലെന്ന് ചെയർമാൻ ജോസ് കെ മാണി. മന്ത്രിക്കെതിരായുള്ള വിമർശനങ്ങളായി ഒന്നിനെയും വ്യാഖ്യാനിക്കേണ്ടതില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് പ്രചരിക്കുന്നതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥകളാണെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ആരെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പറച്ചിലൊന്നും അല്ലല്ലോ. ഒരു ജനകീയ വിഷയമല്ലേ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത്. അത് ഞാൻ കൈകൂപ്പി പറയുകയാണ്. അവിടുത്തെ ജനം വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു നിയമഭേദഗതിയിലേക്കുള്ള ഒരു സാധ്യത നോക്കുമല്ലേ. ടോബി ജോൺസൺ കോട്ടയത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ടോബി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി LDF-നകത്ത് പ്രത്യേകിച്ചും NCPക്കും കേരള കോൺഗ്രസ് എമ്മിനും ഇടയിൽ പുകയുന്ന ചില പ്രശ്നങ്ങൾ, അത് പൂർണ്ണമായും അവസാനിപ്പിക്കാനുള്ള ശ്രമം ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ടാകുന്നു എന്നാണോ ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ആദ്യം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങൾ, അതിൽ വനമന്ത്രി നടത്തിയ മുന്നണി മര്യാദകൾ ലംഘിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പരാമർശം, അതെല്ലാം ഇനിയിപ്പോൾ വേണ്ടതില്ല, അത്തരം രീതിയിലേക്ക് പോകേണ്ടതില്ല എന്നാണോ ജോസ് കെ മാണി ഉദ്ദേശിക്കുന്നത്? പ്രജിൻ, അങ്ങനെ ഒരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതല്ല. ഈ മന്ത്രിക്കൊരു നേരിട്ടുള്ള ഒരു മറുപടി തങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴും ആ വിഷയം അവിടെ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ശക്തമായിട്ടുള്ള വിമർശനം വനം വകുപ്പിനെതിരെ നടത്തുന്നുണ്ട്. ഒരിടയ്ക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ സ്വീകരിക്കുന്ന നിലപാടുകളെ അതിരൂക്ഷമായിട്ട് ഈ ആളുകൾക്കെതിരെ കേസെടുക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ അതിരൂക്ഷ വിമർശനം നമ്മുടെ ചാനലിലൂടെ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിമർശനമുണ്ട്. എന്നാൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മറുപടി കൊടുത്ത് മുന്നണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ കാർഷിക മേഖലയാണ്, കർഷകരൊക്കെയാണ്. അപ്പോൾ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകളുടെയൊക്കെ വലിയൊരു പിന്തുണയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് അവർക്ക് കർശനമായി സ്വീകരിച്ചേ മതിയാകൂ. മന്ത്രിക്ക് മറുപടി പറയാനില്ലെന്ന് പറയുമ്പോഴും ഇതൊരു വലിയ വിഷയമാണ് എന്ന് ജോസ് കെ മാണി പറയുന്നിടത്താണ് അതിൻ്റെ ഒരു പോയിന്റ്, ഒരു മർമ്മം ഇരിക്കുന്നത്. ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കാൻ ജോസ് കെ മാണി തീരുമാനിച്ചാൽ വരും ദിവസങ്ങളിലും സമാനമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊരു മുന്നണിയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രശ്നം വളർത്തിക്കൊണ്ടുപോകാൻ എന്തായാലും LDF-ഉം തയ്യാറാകില്ല. അടുത്ത LDF വിളിക്കുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ വ്യക്തത വരുത്താനുള്ള അല്ലെങ്കിൽ പരസ്പര പോരിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം നൽകാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ നിയമസഭാ സമ്മേളനം അടിയന്തരമായി വിളിക്കണമെന്നൊരു ആവശ്യം കൂടി ജോസ് കെ മാണി മുന്നോട്ട് വെക്കുന്നത്. പ്രജിൻ. ടോബി ജോൺസണാണ് വിശദാംശങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നും. കേരള സർവകലാശാല ഫയൽ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ശ്രമം തുടരുകയാണ് VC മോഹനൻ കുന്നുമ്മൽ. സൂപ്പർ അഡ്മിൻ ആക്സസ് VCക്ക് മാത്രമാക്കണമെന്ന ആവശ്യം സ്വകാര്യ ഏജൻസി തള്ളിയതിന് പിന്നാലെ സോഫ്റ്റ്വെയർ ചുമതല ഡിജിറ്റൽ സർവകലാശാലയെ ഏൽപ്പിക്കാനാണ് VCയുടെ ഇപ്പോഴത്തെ ആലോചന. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണെന്നും ഇതിനെ പ്രീണിപ്പിച്ചാണ് ഇടതുപക്ഷം നീങ്ങുന്നത് എന്നും എഡിറ്റോറിയൽ വിമർശിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരങ്ങൾക്ക് നിരോധനം. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി തേഞ്ഞിപ്പലം പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് നോട്ടീസ് നൽകി. സർവകലാശാല കെട്ടിടങ്ങൾ, പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനങ്ങളോ ധർണയോ സമരമോ പാടില്ല എന്നാണ് നിർദ്ദേശം. 2012 അന്നത്തെ VC ഹൈക്കോടതിയിൽ നിന്ന് 200 മീറ്ററിൽ സമരം പാടില്ല എന്ന ഉത്തരവ് നേടിയിരുന്നു. UDF-നോട് അടുക്കാനുള്ള KTDC ചെയർമാൻ PK ശശിയുടെ നീക്കം നിരീക്ഷിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം.
PK ശശിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പാലക്കാട് ജില്ലാ നേതൃത്വം കൈമാറി. PK ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച VK ശ്രീകണ്ഠൻ MP സ്വപ്നലോകത്തെ ബാലഭാസ്കരനെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പരിഹസിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് PK ശശിയുടെ ശ്രമമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. ഷൊർണൂർ സീറ്റിൽ PK ശശി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വരെ CPIM കാണുന്നുണ്ട്. ഷൊർണൂരിലെ മുൻ MLA ആയ ശശിയെ അവിടെ സ്വതന്ത്രനായി അവതരിപ്പിക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പദ്ധതിയുണ്ടെന്നാണ് CPIM സംശയിക്കുന്നത്. മണ്ണാർക്കാട്ടെ പരിപാടിയാണ് ശ്രദ്ധ നേടിയതെങ്കിലും അതിനു മുൻപും PK ശശി UDF വേദികളിലെത്തിയതായി പാലക്കാട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. PK ശശിയെ കൂടെ കൂട്ടാനുള്ള കോൺഗ്രസ് ശ്രമത്തോട് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: മണ്ണാർക്കാട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, CPIMൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നമില്ലാത്തതിൽ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. CPIMനെ അസസ് ചെയ്യാനൊന്നും ശ്രീകണ്ഠം വളർന്നിട്ടില്ല. ഇനി MP ആയാലും അതിൻ്റെ അപ്പുറം ആയാലും അതിനനുസരിച്ച് ശ്രീകണ്ഠം വളരുമ്പോൾ അപ്പോൾ അതിനൊക്കെ മറുപടി പറയാം. മനസ്സിലായില്ലേ? PK ശശിക്കായി സൂക്ഷിച്ച വെള്ളഖദർ വെള്ളപ്പൊക്കക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ പരിഹാസം. ശ്രീകണ്ഠൻ ഒരു ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ആർക്കോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടു. മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കക്കാരൊക്കെ വന്നിരുന്നു, ഇപ്പോൾ അവർ പോലും വരുന്നില്ല. അപ്പോൾ അത് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ചോട്ടെ. ആ ഷർട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. PK ശശിയെ കൂടെ കൂട്ടാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ വിയോജിപ്പുണ്ട്. സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയെ നേരിട്ട് വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ മുതിരാത്തതിനാൽ PK ശശിക്കെതിരെ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കഴിയാത്തതാണ് CPIM നേരിടുന്ന പ്രതിസന്ധി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. നീറ്റിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ദേശീയതലത്തിൽ ഉന്നത റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു. നീറ്റ് കീം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേ മെഡികോൺകർ 2025 സംഘടിപ്പിച്ചത്. അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് നേടിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് ലഭിച്ച സബീഹ ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി MP രാജേഷ്, ബെന്നി ബെഹനാൻ MP, റോജി M ജോൺ MLA, തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, KSCRC ചെയർമാൻ TK ജോസ് IAS, CBSE സ്കൂൾ ദേശീയ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിര രാജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ദീപ്നിയ DPക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സമ്മാനിച്ചു. കീം പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഹരികിഷൻ ബൈജുവിന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് അവാർഡുകളും ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.